ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തിരുവാതിര ഗാർഡൻസിലേക്ക് സ്വാഗതം. നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സിൻ്റെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരു 30 വെറൈറ്റീസോളം സ്പെഷ്യൽ വെറൈറ്റീസിൻ്റെ സീഡ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആണിപ്പോൾ. അതുപോലെ നോർമൽ വെറൈറ്റീസിൻ്റെ ഒരു 20 കളറോളം നമുക്ക് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു 3 months ഒക്കെ ആകുമ്പോഴേക്കും ഫ്ലവർ ആകുന്ന പ്ലാന്റാണ്. കൃത്യമായി ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്താൽ പെട്ടെന്ന് ഫ്ലവർ വരുന്ന പ്ലാന്റാണ്. ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റാണ് വന്നിട്ടുള്ളത്. ആൻറ്റിലോപ്പ്, ട്വിസ്റ്റഡ്, സ്പ്ലാഷ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അതുപോലെ സീസർ വെറൈറ്റിയുടെയും ഒരു 4-5 കളർ ഷെയ്ഡോളം നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിൽ 30 കളർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അന്നേരം അതിൽ ഈ 30 കളർ എടുക്കുന്നവർക്ക് ഒരു ആൻറ്റിലോപ്പിൻ്റെ ഒരു സീഡ്ലിങ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ 30 കളർ എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് 5 കളറിൻ്റെ ഒരു കോംബോയുണ്ട്. 5 കളറിന് 750 രൂപയും അതുപോലെ 10 കളറിൻ്റെ കോംബോയ്ക്ക് 1200 രൂപയുമാണ്. അതുപോലെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഓരോ പ്ലാന്റിൻ്റെയും വെറൈറ്റി അനുസരിച്ച് സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി ബിഗിനേഴ്സിനൊക്കെ വേണ്ടി നമ്മളിതിൻ്റെ പോട്ടിംഗ് ഒന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒന്നും ഇതിൻ്റെ പോട്ടിംഗ് അറിയത്തില്ലല്ലോ. അന്നേരം നമ്മളൊരു 3 ഇഞ്ചിൻ്റെ ഒരു ഹോളുള്ള പോട്ട് എടുക്കുക. എന്നിട്ട് ഈ സീഡ്ലിങ്സിനകത്ത് നമ്മളൊരു ചെറിയ കപ്പുണ്ട്. ആ കപ്പ് മാറ്റിയതിന് ശേഷം വേണം ഇത് നട്ടു കൊടുക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് ചകിരി വെള്ളത്തിലിട്ട് പുളിരസം മാറ്റിയ ചകിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ സീഡ്ലിങ്സിനകത്തോട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നത് ഈ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ പോട്ടിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കരിക്കട്ടയും കൂടെ വെച്ച് പ്ലാന്റ് നല്ലതായിട്ട് ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സുഡോമോണസ് ആണ്. സുഡോമോണസ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ചെടിയിൽ മൊത്തത്തിൽ നന്നായി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഷേഡിൽ വേണം ഇത് വെക്കാനായിട്ട്. ഒരു കാരണവശാലും വെയിലത്ത് കൊണ്ട് വെക്കല്. വെയിലത്ത് വെച്ചാൽ ഇതിൻ്റെ ഇലയൊക്കെ പൊള്ളി കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഷേഡിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഗ്രോത്തിൻ്റെ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മളൊരു 3 months വരെയൊക്കെ നമ്മൾ ഗ്രോത്തിൻ്റെ ഫെർട്ടിലൈസർ മാത്രമേ കൊടുക്കാവൂ. ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ ഒരിക്കലും കൊടുക്കല്ല്. ഇത് നല്ലതായി ഗ്രോത്തായിട്ട് വന്നതിന് ശേഷം മാത്രമേ പിന്നെ ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ കൊടുക്കാവൂ. അതുപോലെ നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ നോർമൽ വെറൈറ്റീസിൻ്റെയും സീഡ്ലിങ്സ് അവൈലബിൾ ആണ്. അത് നമുക്കൊരു 20 കളറോളം നോർമൽ വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെയൊക്കെ സീഡ്ലിങ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ ബ്ലൂമിങ് സ്റ്റേജിലെ പ്ലാന്റുകളും ഫ്ലവറിങ് പ്ലാന്റുകളുമുണ്ട്. പിന്നെ അതുപോലെ ഒൺസീഡിയത്തിൻ്റെയും പിന്നെ ഗ്രാമറ്റോഫൈലം, മുക്കാറ, അങ്ങനെ എല്ലാ പ്ലാന്റ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരിട്ടും വന്ന് പ്ലാന്റ് വാങ്ങാം. നമ്മുടെ ലൊക്കേഷൻ കൊല്ലം കൊട്ടാരക്കര റൂട്ട് എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് നേരിട്ട് വരുന്നവർ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക. കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. DTDC കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.